സിനിമ കാണാ. ഈ നേരത്തോ? അത് ഇവിടെ ഇരുന്നിട്ടോ? കട്ടിലുണ്ടോ ഉറക്കം വരും അതാ. എന്നാൽ ലീവുള്ളപ്പോ കണ്ടാ പോരെ? അല്ല, സിനിമ കാണാൻ എന്തിനാ നോട്ട്ബുക്കൊക്കെ? ഇഷ്ടപ്പെട്ട ഡയലോഗ് എഴുതി വെക്കാനാ. അപ്പൊ ടെക്സ്റ്റോ? അത് കൊതുക് വന്നാൽ തല്ലിക്കൊല്ലാനാ. ഓ, താൻ എന്തിനാ പെണീറ്റേ? വെള്ളം കുടിക്കാൻ. അല്ലാതെ എന്നെ വെള്ളം കുടിപ്പിക്കാനല്ലോ. നീ പഠിക്കുവാണോ? നല്ലേ. അവള് കേട്ട എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? ഞാൻ അവളെ തോപ്പിക്കാനാ പഠിക്കുന്നേ വിചാരിക്കില്ലേ? അപ്പൊ ശരിക്കും നീ എന്തിനാ പഠിക്കുന്നേ? അതിനൊന്നേ. അത് ശരി. പോയെ എനിക്ക് പഠിക്കണം. ഓ, ആയിക്കോട്ടെ. പിന്നെ ഇത് ജാനു അറിയണ്ട, സീക്രട്ട്. ഓക്കെ. എങ്ങാനും പറഞ്ഞ കൊല്ലും ഞാൻ. ഇല്ല, അമ്മ സത്യം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്നിനി എന്താ ഉണ്ടാക്ക? ആ ജന്തുരാണെങ്കിൽ പകുതി സാധനങ്ങൾ ഇഷ്ടല്ല. അയ്യോ, എന്താ? കോട്ടുവാ. അതല്ല, നിങ്ങളെന്താ ഇവിടെ? മൂവി ഡേറ്റ്. ഡേറ്റാ? യാ. നീയും ഇവളും? ഇവളും ഞാനും. ഞാൻ വിശ്വസിക്കില്ല. പിന്നെ ഇവൾ എന്റെ കൂടെ വരുമോ? അവിടെയാണ് എന്റെയും കൺഫ്യൂഷൻ. സത്യം പറ, നീ ബോധം കെടുത്തി കൊണ്ടുവന്നിട്ടതല്ലേ? ഓടി പട്ടി. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു സിനിമ കണ്ടൂടെ? നീ നടക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ ഉണ്ടാക്കുന്നേ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ചിക്കൻ ഇരിപ്പുണ്ടോ? ഫ്രിഡ്ജിലുണ്ട്. എന്നാ മക്രോണി ഉണ്ടാക്കാം. അല്ല, നീ അവളോടാണോ അവള് നിന്നോടാണോ സിനിമ കാണാന്ന് പറഞ്ഞേ? അവൾ എന്നോട്. ശരി, ഏത് സിനിമയാ കണ്ടേ? മമ്മി. മമ്മിയോ? അവൾക്ക് പേടിയായോണ്ട് കൂട്ടിയിരുന്നതാ. നട്ടപ്പാതിരക്ക് മമ്മി. നീ ചിക്കൻ എടുക്ക്, ഞാൻ കണ്ടുപിടിച്ചോളാം. അയ്യോ, ആ പിശാച് കണ്ടോളൂ. ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഗുഡ് മോർണിംഗ്. ഫുഡായോ? നീ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുവാണോ? നീ എന്നാ പോയി റെഡി ആയിക്കോ, ഞാൻ ക്ലീൻ ചെയ്യാം. അതൊക്കെ അവിടെ നിക്കട്ടെ. നീ ഇന്നലെ ഏത് സിനിമയാ കണ്ടേ? സിനിമയോ? ഇവന്റെ കൂടെ. ഇവന്റെയോ? സീക്രട്ട് സീക്രട്ട്. അതേത് സിനിമ? അതല്ല. മമ്മി. മമ്മി ഏതാന്ന്? മാമി. മാമിയോ? ഏത് മാമി? എന്റെ മാമന്റെ. അല്ല, ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആയിരുന്നു. ഓ, എന്താ കഥ? അതൊരു മാമി കാണാതെ പോയ മോനെ അന്വേഷിക്കുന്ന കഥ. അതാണെങ്കിൽ കോമഡി. ഓ, കോമഡി പഴായിരുന്നോ? ഞങ്ങള് ചിരിച്ച് ചിരിച്ച് ചിരിച്ച്. അതെ അതെ. എന്നാ നീ ക്ലീൻ ആക്ക്, ഞാൻ റെഡി ആയിട്ട് വരാം. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? വണ്ടർഫുൾ. എടി പൊട്ടി, മമ്മി പ്രേതപ്പട. ആണോ? ഞാൻ ഇംഗ്ലീഷ് ഒന്നും കാണാറില്ല. അവള് കണ്ടോ? അതുകൊണ്ടാണല്ലോ ഇത്രയും ഉണ്ടായേ. അവള് ബുക്ക് കണ്ടോ? ഇല്ല. മതി, എനിക്കത് മതി. അവൾക്ക് മനസ്സിലായി നമ്മള് പറഞ്ഞത് കള്ളാണ്. അയ്യോ, അപ്പോ നീ പഠിക്കുകയാണെന്നുള്ള സത്യം ഒന്ന് പറഞ്ഞേക്ക്. നോ വേ. ദൃശ്യം 2 എല്ലാരും കോടതിയിൽ ഞെട്ടിയ പോലെ സെർവസായിട്ട് വരുമ്പോ ഞെട്ടണം. അപ്പൊ എനിക്ക് ഒന്നും അറിയാത്ത ലാലേട്ടനെ പോലെ നിക്കണം. നല്ല പ്ലാൻ. ഇതുവരെ നടക്കുവോ? പിന്നെന്താ? ബൈ ദ വേ, എനിക്കൊരു കണ്ണട മേടിച്ചു തരൂ. അയ്യോ, കണ്ണിനെന്ത് പറ്റി? ഒന്നും പറ്റിയതല്ല, പഠിപ്പ് ലുക്ക് കിട്ടാനാ. ചുരുക്കി പറഞ്ഞ ആര് കണ്ടാലും നീ ഒരു ബുദ്ധിജീവിയാണെന്ന് തെറ്റിദ്ധരിക്കണം. അതെ. നമുക്ക് വൈകിട്ട് വാങ്ങിക്കാം. ഓക്കെ, എന്നാ ഞാൻ കഴിക്കട്ടെ. പിന്നെ എന്റെ സോങ് യൂട്യൂബിൽ റിലീസ് ആയായിരുന്നു. ഓ, പഠിപ്പിയാവാൻ തീരുമാനിച്ചതുകൊണ്ട് ഞാൻ അതൊക്കെ നിർത്തി. കഴിഞ്ഞോ? ഇല്ല, തുടങ്ങിയുള്ളൂ. എടാ, നിന്റെ സോങ് 100K വ്യൂസ് ആയല്ലോ. ഓ, അത്ര വലിയ സംഭവമാണോ? എന്നാ കേട്ടോക്ക്. കുറുമ്പത്തി സുന്ദരി നിന്റെ പുഞ്ചിരി എന്നുള്ളിൽ പൂത്തിരി മെയ്യാകെ കുളിരല നിന്റെ കണ്ണിൽ കരിമഷിയാ
കരയുന്നു. അത്രക്ക് ഇമോഷണലാ? അതല്ല, അപ്പോട്ടും ജിതിരേട്ടന്റെ തമിഴ് പാട്ട് മലയാളത്തിലാക്കിയിട്ട് എത്ര നാളും ജീവിച്ച് ഇനി ഈ മലയാളം പാട്ട് എങ്ങനെ വീണ്ടും മലയാളത്തിലാക്കൂ? ശരി, വാ മോള് വാ പോവാ. എന്തായാലും പാട്ട് കൊള്ളാം. വാ പോവാ. നീ എന്താ മിണ്ടാത്തെ? ഞാൻ ഇന്നലെ പഠിപ്പിച്ചതൊക്കെ ഓർത്തു നോക്കിയാ. എന്തിന്? ഇന്ന് ചോദ്യം ചോദിക്കില്ലേ? ഉണ്ടാ, ഇന്ന് ഫെസ്റ്റ് അല്ലേ കുട്ടി? ഫെസ്റ്റാ? ഹാ, ഞാൻ അതുകൊണ്ടൊന്നും എടുത്തിട്ടില്ല. ഞാനും. നിനക്കും ഒച്ച വെക്കായിരുന്നില്ലേ? നീ ഉള്ളപ്പോ തന്നെയല്ലേ ഇന്നലെ ഡിസ്കസ് ചെയ്തേ. നീ ഏത് ലോകത്താ? എന്തായാലും ഇവിടെയൊന്നും അല്ല. ഇന്ന് രാവിലെ തന്നെ ഞാനൊരു കണി കണ്ടു. പിന്നെ വൈകിട്ടാണോ കണി കാണുക? ഓ, കണി എന്താ ചോദിക്ക്. എന്താ, 2 ലവ് ബേർഡ്സ് സോഫയിൽ പുതപ്പ് മൂടി പൊതിച്ചിരിക്കുന്നു. അവർക്ക് പുതപ്പ് എവിടുന്ന് കിട്ടി? രാത്രി കൂടടയ്ക്കാൻ മറന്നുപോയോ? എന്റെ സാറേ, നീ ഇതിനെങ്ങനെ? ആ ലവ് ബേർഡ്സിൽ ഒന്ന് ഇവൾ. ഇവളോ? അപ്പൊ മറ്റേത് ഇവളുടെ കെട്ടിയോ? എന്റെ ഏട്ടൻ. ശരി, ലവ് ബേർഡ്സ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവൾക്ക് വല്ല അവിഹിതവും ഉണ്ടെന്ന്. റോസ. സോറി. അല്ല, ഇവര് സെറ്റായോ? അത് തന്നെ എനിക്ക് അറിയണ്ടേ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തുദ്ദേശം? കണ്ണി കണ്ട കീരിയും പാമ്പും പോലുള്ള നിങ്ങൾ ഒന്നിച്ചിരുന്ന സിനിമ കണ്ടു. അതും രണ്ടുപേരും പറഞ്ഞത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. കേട്ടത് ശരിയാണോ അച്ചു? ശരിയാ, നീ കേട്ടത് ശരിയാ. ബാക്കി ഞാൻ പാടാം. ഞങ്ങൾ സിനിമ കണ്ട എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ മനംമാറ്റത്തിന്റെ കാര്യം ഒരു മാറ്റവും ഇല്ല. എനിക്കിപ്പോഴും നിന്റെ ഏട്ടനെ കണ്ണി കണ്ടൂടാ. പക്ഷെ പുതപ്പിന്റെ അടിയിൽ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റും. കെട്ടിപ്പിടിച്ചോ? ആ, ഇന്ന് എന്റെ കണി തന്നെ അതായിരുന്നു. നിങ്ങൾ ട്രാക്കിലായോ? ഞങ്ങൾ ഒരു കോപ്പിലും ആയില്ല. ആവെന്ന് വിചാരിക്കുകയും വേണം. ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. വാ പോവാം. എങ്ങോട്ട്? ഞാൻ വീട്ടിൽ പോവാ. എന്തിനാ വെറുതെ ഇവിടെ നിന്നിട്ട്? ഞാനില്ല, ഞാൻ അനുചേച്ചിനെ കാണാൻ പോവാ. എന്നാ ഞാനും വരാം. എന്റെ അനുചേച്ചിനെ വേറെ ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇനി മുതൽ കണ്ടാന്നാ പറഞ്ഞേ. എന്നാ ഞങ്ങളും പോട്ടെ. എനിക്ക് അപ്പന്റെ കൂടെ പറമ്പ് കളിക്കണം. എന്നാ ഒന്ന് കട്ടാക്കാല്ലേ? ഞാൻ എന്തായാലും വീട്ടിൽ പോവാ. എനിക്കൊന്ന് ഉറങ്ങണം. അപ്പൊ ശരി, നാളെ കാണാം എല്ലാരും. ബൈ. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? എന്റെ പൈസ ഒക്കെ ഉണ്ട്. എന്നാ പൈസക്കാരി ചെയ്യേ. ഓ ഒന്ന് പോരണ്ടു. ഞാൻ പോവാ സാറാ. ഞാനും പോവാ സാറാ. ആയിക്കോട്ടെ. എന്താ അല്ലേ റോഷ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോയാ പോരെ? അല്ലേലും ആര് പോണു? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എന്തിന്? അല്ലേലും അവരും വരും. പിന്നെ നമുക്ക് സൊള്ളാൻ പറ്റുമോ? നമ്മളെങ്ങോട്ടാ പോകുന്നേ? ആരുടെയും ശല്യമില്ലാത്തൊരു സ്ഥലമുണ്ട്. എവിടെ? വീട്ടിലോട്ട് പോയാലും ഞാൻ പഠിക്കുന്ന കാര്യം എല്ലാവരും അറിയും. സോ വേറെ എങ്ങോട്ടേലും പോയി സ്വസ്ഥായിട്ട് പഠിക്കാം. ഹലോ, എവിടെയാ? ഷോപ്പില്. തിരക്കാണോ? ഉച്ചക്ക് ഓപ്പണാക്കും. സ്റ്റോക്ക് വന്ന് അടുക്കി വെക്കാം. നീ ഇന്ന് പോയില്ലേ? ഇവിടെ ഫസ്റ്റാ, അതുകൊണ്ട് എല്ലാരും ക്ലാസ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആഹാ, എന്നിട്ട് അച്ഛയുടെ? അവൾ അനുചേച്ചിനെ കാണണം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നീയോ? എന്നെ കൂട്ടിയില്ല, ആള് കലിപ്പില്ല. എന്ത് പറ്റി? പറയാം, വരാൻ പറ്റുമോ? നീ വിളിച്ചാ പിന്നെ വരാതെ? പപ്പ എങ്ങാനും ഇവിടെ ഉണ്ടാവോ? നിനക്കങ്ങേരെ അത്രയ്ക്ക് വിശ്വാസല്ലേ? വാ, അവിടെ ഇരുന്ന് സല്ലപിക്കാം. വീട്ടിന്റെ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടാവോ? പിന്നെ എവിടെയല്ലേ പഞ്ചായത്ത് മീറ്റിംഗ്? നീ മൂട് കളയല്ലേ. ശരി, പറ. ഞാൻ ഇന്നലെ നമ്മുടെ കല്യാണം സ്വപ്നം കണ്ടിടി. അതൊരു പുതിയ സംഭവമല്ലല്ലോ. കല്യാണം കഴിക്കുന്നു, കുട്ടികൾ ഉണ്ടാക്കുന്നു. വേറെ എന്തെങ്കിലും നീ കാണാറുണ്ടോ? ഇന്നാളെന്നെ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോ ഷാരൂഖ് ഖാൻ വന്ന് നമ്മുടെ പുതിയ സാറാ പറഞ്ഞു. പിന്നെ കോളേജ് ഫുള്ള് ഡാൻസും പാട്ടും ഡെയിലി. പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു ലൈറ്റ് വന്നു. ഏലിയൻസ്. പുള്ളിനെ പിടിച്ചോണ്ടോയി. അപ്പ ഞാൻ സ്പൈഡർമാനെ. എന്നിട്ട് പുള്ളിനെ രക്ഷിച്ച് കൊണ്ടുവന്ന്. ഇത് കണ്ട് സീനിയേഴ്സിൽ അപർണ ചേച്ചിക്ക് എന്നോട് മുടിഞ്ഞ ക്രഷ്. സ്വപ്നാണോ? മനസ്സിലുള്ള ആഗ്രഹങ്ങളാ സ്വപ്നായിട്ട് കാണാം. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് സ്പൈഡർമാൻ ആവാനാണോ ആഗ്രഹം? എനിക്ക് നിന്നെ കെട്ടാനല്ലേ ആഗ്രഹം. ശരിക്കും? എന്തോ കള്ളത്തരുണ്ട്. ഇല്ലെങ്കിൽ അവരെന്തിന് കള്ളം പറയണം? കള്ളത്തരമുള്ളോണ്ട് അതിനല്ലേ ഞാനും പറഞ്ഞേ.
എന്തായാലും അവര് തമ്മിൽ സെറ്റ് ആയതല്ല. ഇറ്റ്സ് ഇംപോസിബിൾ. അതെ, പിന്നെ എന്തായിരിക്കും അവര് തമ്മിലുള്ള ഡീല്? ആവോ, കണ്ടുപിടിക്കാം. ഐസ്ക്രീം വേണോ? ആ, ചോക്ലേറ്റ്. ആ, ഇവിടെ കൊള്ളാം. നല്ല വെതർ, ലിറിക്സ് എഴുതാൻ പറ്റിയ അന്തരീക്ഷം. അതാ ആർച്ചയല്ലേ? ആർച്ച. ഞാൻ ചുമ്മാ ടൗണിലോട്ട് ഇറങ്ങിയതാ. അല്ല, നീ കോളേജിൽ പോയില്ലേ? ഇന്നെന്താ ഫസ്റ്റാ, അതുകൊണ്ട് കേറിയില്ല. അപ്പൊ ജാനു വീട്ടിലോട്ട് പോയി. അപ്പൊ നീ എന്താ പോവാത്തെ? ഞാൻ പഠിക്കാൻ വന്നയാ. എന്റെ പൊണ്ണു സീരിയസ് ആണോ? ആ, സീരിയസാ. അല്ല, അവരുടെ ഒരു കീ ഉണ്ടാവോ? എനിക്കറിയില്ല. ഡോണ്ട് ഡിസ്റ്റർബ് മീ. മിസ്റ്റർ ബീനോ? ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഓ, ആയിക്കോട്ടെ. ഇതിപ്പോ എന്റെ ഷോപ്പാണോ അവരുടെ ഷോപ്പാണോ? അവർക്കില്ലാത്ത ആത്മാർത്ഥത എനിക്കെന്തിനാ? കടയെ അടച്ചല്ല, അമ്പലത്തിലും മീറ്റിംഗിലും പോയിരിക്കുന്നു. ഞാൻ ഇനി ചെല്ല് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അല്ല പിന്നെ ചുമ്മാ ഇരി മനുവേട്ട. എന്ത് സുഖല്ലേ? സത്യം, എന്തൊരു ശാന്തത. അതെ, നമ്മൾ ആദ്യം കണ്ടത് ഓർമ്മയുണ്ടോ? പിന്നെ അതുകൊണ്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. നീ ഇവിടെ വന്നോ? ഇതാണ് തന്റെ അമ്പലം. അത് അരിച്ചേച്ചി ആയിരിക്കൂലേ പ്രതിഷ്ഠ? നീ വീട്ടിലോ സ്വൈര്യം തരില്ല, ഇവിടെയും തരില്ലടേ. ആ പാവൻ ചെറുക്കൻ അച്ചുവിന്റെ മീറ്റിങ്ങിന് പോയിരിക്കുമ്പോ തനിക്ക് കട നോക്കിക്കൂടറോ? അത് ഞങ്ങൾക്കൊന്ന് പുറത്ത് ഇറങ്ങാൻ. ഒരു മിനിറ്റ്, അവൻ എവിടെ പോയെന്നാ പറഞ്ഞേ? അച്ചുവിന്റെ കോളേജിൽ പാരന്റ്സ് മീറ്റിംഗ്. അവനിപ്പോ അവള് കാണിച്ചതിനൊക്കെ പ്രിൻസിപ്പളിന്റെ വായിലിരിക്കുന്നത് കേട്ടോണ്ടിരിക്കുവായിരിക്കും. ജാനു ആണ് ഇപ്പൊ അവിടുത്തെ പ്രിൻസിപ്പാള്. ജാനോ? അതാ അങ്ങോട്ട് നോക്ക്. എന്തായാലും അച്ചു കൂടെ വരാത്തത് നന്നായി. അയ്യോ പാവം, പക്ഷെ നന്നായി. ഇവളുമായുള്ള മീറ്റിംഗ് ആണോ നീ പറഞ്ഞ പാരന്റ്സ് മീറ്റിംഗ്? അയ്യ, ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ട കൊച്ചിനെ വിളിച്ചിറക്കി പാർക്കിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവന്റെ നാണം കണ്ടില്ലേ? അയ്യോ, ഇവക്കിന്ന് ക്ലാസ് ഇല്ല, അവിടെ ഫെസ്റ്റ് നടക്കാം. എന്നിട്ട് അച്ചു എവിടെ? അവള് അനുചേച്ചിനെ കാണാൻ വീട്ടിലോട്ട് പോയി. അല്ല, നിങ്ങൾ എന്താ ഇവിടെ? അല്ല, നീയൊക്കെ വഴിതെറ്റി പോകുന്നുണ്ടോന്ന് അന്വേഷിക്കണമല്ലോ. ഓഹോ, അച്ചു ഇപ്പൊ എങ്ങനെ അകത്ത് കയറും? അയ്യോ, അവളെ വിളിച്ചു നോക്ക്. കാവാണ്, നല്ല കാവാണ്. ഈ ഊള സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നീ മാത്രല്ല, ഞങ്ങളും. അതാ അങ്ങോട്ട് നോക്കൂ. ഇവിടാണോ നിന്റെ അപ്പന്റെ പറമ്പുകളാ? ഓ മൈ ഗോഡ്, ബ്ലഡി ഗ്രാമവാസീസ്. നിങ്ങളൊക്കെ എന്താ ഇവിടെ? ഞങ്ങള് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. എല്ലാം കൊള്ളാം. ക്ലാസ് കട്ട് ചെയ്ത് പാർക്കിൽ വന്നിരുന്ന് സൊള്ളാം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ഭാഗ്യം എന്റെ അച്ഛമ്മളുടെ കല്യാണം കഴിഞ്ഞ്, ഇല്ലെങ്കിൽ അവളും വഴിതെറ്റി പോയനെ. ഒരു മിനിറ്റ്, അത് അവളല്ലേ? സെയിം ഡ്രസ്. എവിടെ? അതാ ജതിനും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അവര് നമ്മളറിയാതെ എന്തോ ഉണ്ടെന്ന്. വാ നോക്കാം. ഇതെന്താ കുടുംബസംഗമോ? ഇതെന്താ ദണ്ഡിയാത്രയോ? എല്ലാ തണ്ടികളും ഉണ്ടല്ലോ. ഹായ്. അയ്യോ, ബുക്ക് ഞാൻ പഠിച്ചത് അവര് കണ്ടു കാണോ? കാണോ? അയ്യോ, എന്ത് കള്ളം പറയും. മറച്ചോട്ടിലിരിക്കാൻ നീ എന്താ ബുദ്ധനോ? ബുദ്ധനല്ല, ബുദ്ധി, മന്ദബുദ്ധി. അയ്യോ, എന്നെ രക്ഷിക്കട്ടെ. ആ, ഒരു കള്ളം പറ, അവര് വിശ്വസിക്കുന്നത്. ഐഡിയ ഉണ്ട്, പക്ഷെ പിന്നെ എന്നെ ചീത്ത പറയരുത്. ഒരിക്കലും ഇല്ല. നീ എന്താ ഇവിടെ? എന്റെ തല ഇറങ്ങുന്നു പരിവട്ടോ. അല്ല, അത് എന്നപ്പണ്ടായേ അളിയാ? ആ, നിങ്ങളെപ്പോ വന്നു? നീ ഞങ്ങളെ കണ്ടേ ഇല്ല അല്ലേ? ഇല്ല. അല്ല, എല്ലാരും എന്താ ഇവിടെ? നിങ്ങളെന്താ ഇവിടെ? ഞങ്ങളൊരു ഡേറ്റിലായിരുന്നു. ഡേറ്റോ? അപ്പൊ നിങ്ങൾ ഇഷ്ടത്തിലാണോ? അച്ചു? അല്ല. പിന്നെന്താ ഡേറ്റ്? മനുവട്ടം പറഞ്ഞില്ലേ, ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടാവോ നോക്കാൻ. അത് നോക്കിയതാ. ഇഷ്ടാവുന്നില്ലെങ്കിൽ വേഗം ഡിവോഴ്സ് ചെയ്യാലോ. യാ, ഓ, അത് രണ്ടിനും ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ വെച്ച കണ്ടീഷൻ ഓർമ്മയില്ല. മോനെ അപ്പു, വി ആർ കപ്പിൾസ്, വി ആർ മാരീഡ്. ഓഹോ,
എല്ലാരും ഒരുമിച്ചുള്ള സ്ഥിതിക്ക് എന്തേലും കഴിക്കാൻ പോയാലോ? ഓക്കെ സെറ്റ്. ഞാനില്ല. നീ പിന്നെ എവിടെ പോവാനാ? വാ അനുചേച്ചി, ഇവിടെ കൂട്ടി നടന്നോ? ആ വാ. എല്ലാരും വാ, എനിക്കൊരു സ്പോട്ട് അറിയാം. എന്തായാലും കാര്യങ്ങൾ ഇവിടെ വരെ ആയ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത്? ഞാനും ജാനുവിനെ കിസ് ചെയ്യും. എവിടെ പോവാ? വെള്ളസാരി ഉണ്ടോ? സെറ്റ് സാരി ഉണ്ട്. എന്തിനാ? തേച്ച് വെച്ചോ, ആവശ്യം വരും. ഏ എടാ, നിക്കാൻ സമയമില്ല, പോട്ടെ. എന്താ ഭർത്താവിനെ കാത്തിരിക്കുവാണോ? ആ ആളാതിനെ തന്നെയാ ഞാനും കാത്തിരിക്കുന്നെ. ഇത്ര പെട്ടെന്ന് ഉടക്കിയോ? നീ പോയി നിന്റെ പണി നോക്ക്. ഓ, നീ ഇവിടെ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തിയിരുന്നു. ആ, ഞാൻ ഉറങ്ങാൻ പോവാ. ഇങ്ങനെ എവിടെ പോയി കിടക്കാം? ആ വാടാ വാ. ജാനു, അവള് കിടന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, എവിടെ പോവാ? ഉച്ചയ്ക്ക് മുങ്ങിയതാണല്ലോ. മുങ്ങാനോ? ഞാൻ ലിറിക്സ് എഴുതാൻ പോയതാ. ഒന്നവിടെ നിന്ന് എനിക്ക് സംസാരിക്കണം. ഭയങ്കര ക്ഷീണം, നാളെ സംസാരിക്കാം. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണം. ശരി, പറ. താനെന്തിനാ ഉമ്മ വെച്ചേ? നീയല്ലേ എങ്ങനെയും രക്ഷിക്കാൻ പറഞ്ഞേ? അതിന് ഉമ്മ വെക്കാ ചെയ്യാ? അല്ലാതെ വേറെന്ത് ചെയ്യാനാ? നമ്മൾ രണ്ടും പിന്നെ അവിടെ എന്തിനു പോയതാ പറയും? ഇപ്പൊ എല്ലാരും വിശ്വസിച്ചില്ലേ? അത് വാ തുറന്ന് പറഞ്ഞാ പറയുന്നോ? ആക്ഷൻ എന്തിനേട്ടെ? രാവിലെ മൂവി ഡേറ്റ് പറഞ്ഞിട്ട് അവള് വിശ്വസിച്ചില്ലല്ലോ. ആ, അത് ഞാൻ ചോദിക്കാൻ ഇരിക്കുവായിരുന്നു. താനെന്തിനാ കെട്ടിപ്പിടിച്ചേ? ആര് പറഞ്ഞു? ജാരു പറഞ്ഞു. അത് കെട്ടിപ്പിടിച്ചതൊന്നല്ല, നിന്റെ ബുക്ക് പുതപ്പിന്റെ അടിയിലിട്ട് മൂടിയതാ. ഇത് ഞാൻ വിശ്വസിക്കണം? വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. അയ്യ, കെട്ടിപ്പിടിക്കാൻ പറ്റിയൊരു സാധനം. വലിയ ഐശ്വര്യമാണെന്നാണോ അതിന്റെ വിചാരം? അയ്യ, 4 മുസ്ലിമായ ഋത്തിക് റോഷനാണെന്നാണോ തന്റെ വിചാരം? ഹലോ, എനിക്ക് 6 പാക്ക് ഉണ്ട്. വേണമെങ്കിൽ എനിക്ക് പൈസ കുറവാ പറഞ്ഞോ, പക്ഷെ പാക്കിന്റെ എണ്ണം കുറച്ച് പറഞ്ഞ ഞാൻ സഹിക്കില്ല. അയ്യ, എനിക്ക് തന്റെ മസിലണ്ടല്ലേ പണി. നോക്ക്, എനിക്ക് തന്റെ ഒരു സഹായവും വേണ്ട. ഓഹോ, ഇപ്പൊ സഹായിച്ചതായോ കുറ്റം? ഇതാണ് പറയുന്നേ ഇക്കാലത്ത് ആർക്കും ഒരു സഹായം ചെയ്യാൻ പാടില്ലാന്ന്. അവസാനം തെറ്റ് നമ്മുടേത്. വിളിക്ക്, ജാനുവിനെ വിളിക്ക്. എന്തിന്? ഞാൻ അവളോട് സത്യം പറയാം, നമ്മൾ ഒരു ഡേറ്റിലും അല്ലായിരുന്നു എന്നും അടുത്ത സെം എക്സാമിന് അവളെ പൊട്ടിക്കാൻ നീ പഠിക്കുമായിരുന്നു. അയ്യോ വേണ്ട. അപ്പ എന്റെ ഹെൽപ്പിനെ ചോദ്യം ചെയ്യരുത്. പക്ഷെ ഇനി ഹെൽപ്പ് വേണ്ട. ആയിക്കോട്ടെ, വേണ്ടെങ്കി വേണ്ട. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല നിന്നെ സഹായിക്കണമെന്ന്. സന്തോഷം. ഓ ആ ഓ ഹും. ഹും. അയ്യോ, അവളെ നീറ്റുന്ന തോന്നുന്ന ഫ്ലഷിന്റെ സൗണ്ട്. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ജിം ഡേറ്റ്. ജിം ഡേറ്റോ? ആ, എക്സസൈസ് ചെയ്യുമ്പോ കെമിസ്ട്രി ഉണ്ടോ ടെസ്റ്റ് ചെയ്യാം. കിളി പോയി തോന്നുന്നു രണ്ടിന്റെ. എന്റെ സഹായം ഇനി വേണ്ട പറഞ്ഞിട്ട് തൊട്ടം പിടിച്ച് ഉമ്മ വെച്ചുള്ള സഹായം വേണ്ടെന്നാ പറഞ്ഞു. ഓഹോ, ഈ സീക്രട്ട് എങ്ങാനും അവൾ അറിഞ്ഞ. എന്റെ സഹായം വേണ്ടാത്തവരുടെ സീക്രട്ട് എന്തിനാ ഞാൻ സൂക്ഷിക്കുന്നേ? താൻ പക പോക്കുവാണല്ലേടോ. അയ്യ, പൊടി പോ, കോളേജിൽ പോ. ആ പോവാ. തന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട. നിന്റെ കണ്ണിൽ കരിമഷിയായ തീരാൻ മോഹം, നിന്റെ കവിളിൽ നുണക്കുഴിയായി ചേരാൻ ദാഹം. ജിം ഡേറ്റോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? നിനക്ക് എന്താ പ്രശ്നം? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. എനിക്കെന്ത് പ്രശ്നം? നിനക്ക് ജതിനേട്ടനെ ഇഷ്ടമാണോ? എന്നിട്ടാണോ ഇന്നലെ ഉമ്മ വെച്ചത്? അത് ഡേറ്റിലായിരുന്നില്ലേ? ഇവിടെ ആ ജനലിൽ കൂടെ പുറത്തു കാണാം. സത്യത്തിൽ എന്താ സംഭവം? സത്യത്തിൽ ഞങ്ങൾ ഇഷ്ടപ്പെടാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. ഉമ്മ വെച്ചിട്ടോ? പിന്നെ അതും ഇഷ്ടാവോന്ന് അറിയണ്ടേ? ഇക്കണക്കിന് റോഷ, നോ. നിനക്ക് പ്രേമിക്കാൻ അറിയോ? നിനക്ക് ആരോടെങ്കിലും പ്രേമം തോന്നിയിട്ടുണ്ടോ? ആ സീനിയേഴ്സില്. അത് ക്രഷ്. പ്രേമം തോന്നിയിട്ടുണ്ടോ? ഇല്ല. പ്രേമത്തെ കുറിച്ച് നിനക്ക് എന്താ അറിയാം? പ്രേമിക്കാൻ ഫോൺ വേണം, പൈസ വേണം, അത് വേണം, സ്നേഹം വേണം. എങ്ങനെയാണ് പ്രേമം ഉണ്ടാവുന്നത്? ഇവക്ക് ഇതിനെ കുറിച്ചൊരു കോപ്പ് അറിയില്ല. നീ എന്തിനാ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നേ? ഇഷ്ടമുണ്ടെങ്കി ഇഷ്ടപ്പെട്ടാ പോരെ? അതുണ്ടോന്നല്ലേ നോക്കുന്നേ? എന്തോ ദൈവമേ. നിക്ക്, പ്രേമം എന്താ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഉണ്ട്. അതെ, പാഠം 1, പ്രേമം.
നിനക്കെന്നെ എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? നമ്മൾ ടൗണിലൂടെ വന്നേ. ഞാൻ മറന്നുപോയി. എന്നാ ഞാൻ വരാം. വർക്ക് ചെയ്യുന്ന അവൻ തന്നെ പറഞ്ഞത് എന്തിനാ വാശി? ഇതൊരു ഡേറ്റാ കൂട്ടിക്കോ. ഓ എന്തേലും ചെയ്യും. വാ ടൗണിൽ പോവാം. എന്താ പഠിക്കാൻ പോവാണോ? അതിനല്ല, വാ പോവാ. എന്തിനാണാവോ? ആ സൂപ്പർ മാർക്കറ്റിൽ പോവാം. ഓക്കെ. ഡയപ്പറിന്റെ സെക്ഷൻ എവിടെയാണാവോ? അതാ ലെഫ്റ്റ്. ഓക്കെ. ഇതെന്തിനാ? ആരുടെയും കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ? ഇതല്ല, അത്. ഇതെന്തിനാ? ആരുടെയും അപ്പൂപ്പന്റെ ഷഷ്ടിപൂർത്തിക്ക് കൊടുക്കാനാണോ? അല്ല, എനിക്കാ. നിനക്കോ? ഇതും സീക്രട്ട് ആയിരിക്കണം. ഞാൻ എന്താ ലോക്കറോ? ഉള്ള സീക്രട്ട് മൊത്തം എന്റെ ഉള്ളിൽ സൂക്ഷിക്കാൻ? കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട, പൈസ കൊടുക്കും. അത് ശരി. നീ പഠിക്കുന്നില്ലേ? ഓ, പഠിച്ചിട്ട് പാരാ നന്നായേ. അപ്പൊ ഇന്നാൾ അടുത്ത സെം എക്സാമിന് എന്തോ കാണിച്ചു തരാ പറഞ്ഞതോ? ഓ, എനിക്ക് നിന്നെ പോലെ പഠിക്കാനുള്ള കഴിവൊന്നുമില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ട. എന്ന് ഇവിടെ ഇരുന്നോ. നിന്നെ ഒറ്റയ്ക്ക് പിടിച്ച് ജയിക്കോടി. ആരാ നോക്കടാ? ഹായ്. ഹലോ. എന്താ? ചുമ്മാ. അച്ഛയുടെ അവളുടെ റൂമില്. അവളുടെ റൂമിലോ? അവൾക്ക് വേറെ റൂമാണോ? അതായിരുന്നല്ലോ ഡീല്. എല്ലാം ഡീലനുസരിച്ചാണല്ലോ അല്ലേ പോണേ? ആഹാ, നിങ്ങളായിരുന്നോ? എവിടെ? നിന്റെ ഏട്ടത്തിയമ്മ. അവളുടെ റൂമില്. അതെന്താ അവള് വേറെ റൂമിൽ കിടക്കുന്നത്? അവൾ ആദ്യം അങ്ങനെയാണല്ലോ കിടക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇവര് ഡേറ്റിങ്ങിലല്ലേ, പിന്നെന്തിനാ വേറെ കിടക്കുന്നത്? അത് ഏട്ടാ, ഹാ, നീ വേറെ റൂമിലാണോ കിടക്കുന്നത്? അതെ. അതെന്താ? എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനാ ഇഷ്ടം. ഹാ, കണ്ടോ, ഇവര് ഡേറ്റിങ്ങിലൊന്നും അല്ല. ആണ്. ആണെങ്കി നീ എന്തിനു വേറെ കിടക്കണം? അത് 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 എന്റെ സഹായം വേണ്ടല്ലോ. ഡേറ്റിംഗ് അല്ലെങ്കിൽ വേറെ എന്തോ ആണ് കാര്യം. എന്താ പറ? വേറൊന്നല്ല. അപ്പൊ നിങ്ങൾ ശരിക്കും ഡേറ്റിംഗിലാണ്? അതെ. ആണോ ജതിൻ? ആ, എനിക്കറിയില്ല. ഇതിൽ ആര് പറയുന്നതാ സത്യം? ഞാൻ. ശരി, എന്നാ നിങ്ങൾ ഇന്ന് ഒരു റൂമിൽ കിടക്കും. നിങ്ങൾ ഡേറ്റിംഗ് അല്ലേ, പോരാത്തിന് ഭാര്യയും ഭർത്താവും. അതിന്റെ ആവശ്യമില്ല, ഇഷ്ടായിട്ട് എനിക്ക് നോക്കുന്നുള്ളൂ. ശ്ശേ. അത് സാരല്ല, ചിലപ്പോ ഇന്നത്തോടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയാലോ? അത് വേണ്ട. അത് വേണം, ഞങ്ങൾക്ക് വേണം. അപ്പൊ രണ്ടും പോ. ഇടപെടടാ. എന്റെ സഹായം വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഡോർ ക്ലോസ് ചെയ്. ഇന്ന് ഇവനെ കൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായത്. ഈ പ്ലാൻ ഏക്കോ? അവര് തമ്മിൽ ഡേറ്റിംഗ് ഒന്നല്ലെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അവനവളെന്തേലും ചെയ്യോ? ഇല്ല, രണ്ടും തമ്മിൽ തല്ലി പുറത്തു വരും. നോക്കിക്കോ, ഇന്ന് എനിക്ക് സത്യം അറിയാം. എനിക്കും. എന്താ? എന്ത്? എന്തിനാ നോക്കുന്നേ? എന്നാ ഞാൻ കണ്ണടച്ചിക്ക. അവർക്ക് എന്തോ പ്ലാൻ ഉണ്ട്. നിന്റെ ടെൻഷൻ കണ്ടാ തോന്നും നമ്മൾ ആദ്യമായിട്ട് ഒന്നിച്ച് കിടക്കുന്നേന്ന്. അന്ന് എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു, പക്ഷെ ഇനി തന്നെ പേടിക്കണം. എന്തിന്? ഞാനതിനെന്താ ചെയ്തേ? ജസ്റ്റ് ഒന്ന് ഉമ്മ വെച്ചല്ലേ ഉള്ളൂ. അത് നിനക്ക് വേണ്ടി ചെയ്തതല്ലേ? ഓ, സഹായം. നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയ നമുക്ക് അയാളെ കണ്ടോണ്ടിരിക്കാൻ തോന്നും. എനിക്കിവനെ കാണുന്നതേ ഇഷ്ടല്ല. അവരുടെ വിരലൊന്ന് ചെറുതെ നമ്മുടെ മീത് തട്ടിപ്പോയ തന്നെ അടിവയറ് കാണും. എനിക്കിവൻ ഉമ്മ വെച്ചിട്ട് തന്നെ ഒന്നും തോന്നില്ല. നിന്നെ ഞാൻ വളച്ചിരിക്കും മോളെ, വളച്ചൊടിച്ച് എന്റെ പോക്കറ്റിലിട്ടിരിക്കും.